മാലിദ്വീപ് കരുതിയത് എന്താണ്? ഇസ്രയേലികളെ അവിടെ നിന്നും തുരുത്തി ഓടിച്ചാൽ ഇസ്രയേൽ കരഞ്ഞപേക്ഷിക്കുമെന്നോ, അല്ലെങ്കിൽ അവിടെ നിന്നും വിഷമിച്ച് നാട് വിടുമെന്നോ? എന്നാൽ അങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത്. മാലിദ്വീപിനോട് ഇപ്പോൾ നന്ദി പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ എംബസി. ഇസ്രയേൽ പൗരന്മാരോട് ഇനി ഇന്ത്യ സന്ദർശിക്കാനും ലക്ഷദ്വീപും കേരളവും സന്ദർശിക്കാനും പറഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ എംബസി. ഇസ്രയേൽ പൗരന്മാർക്ക് മാലിദ്വീപ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നല്ലോ. അതിന് പിന്നാലെയാണ് ഇപ്പൊ ഇസ്രയേലിന്റെ ഇങ്ങനെയൊരു മറുപടി വന്നിരിക്കുന്നത്. ഇത് മാലിക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ്. കേരളവും ഗോവയും ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബർ ദ്വീപുകളും ബീച്ചുകളും ഇതിന്റെ എല്ലാം ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഇസ്രയേൽ മറുപടി നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ ഒരു നീക്കം മാലിദ്വീപിന് കൊള്ളയെടുത്ത് തന്നെ കൊണ്ടു എന്ന് തന്നെ പറയാം. ഇസ്രയേൽ പോലുള്ള വൻകിട രാജ്യം ഇന്ത്യൻ മണ്ണിനെ ഉയർത്തി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇന്ത്യക്കാർക്ക് അഭിമാനിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഇപ്പൊ ലോക ശ്രദ്ധ ആകർഷിക്കാൻ ഇതൊരു കാരണം തന്നെയാണ്. മാത്രമല്ല ഇത് മാലിദ്വീപിന് ഒരു തിരിച്ചടിയും കൂടിയാണ്. അവരുടെ ടൂറിസത്തെ ഇത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ചതിനാണ് ഇസ്രയേൽ പൗരന്മാർക്ക് മാലിദ്വീപ് പ്രവേശനം നിഷേധിച്ചത്. ഇത് ഇസ്രയേൽ എന്ന രാജ്യത്തിന് തിരിച്ചടിയാകുമെന്നായിരുന്നു മാലി കരുതിയിരുന്നത്. അല്ലെങ്കിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടും കയ്യിൽ നിന്നും പോയിരിക്കുന്ന ഒരു രാജ്യമാണല്ലോ ഈ മാലിദ്വീപ്. ഇന്ന് ഇന്ത്യ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ താറുമാറാവുന്ന ഒരു രാജ്യം കൂടിയാണ് മാലി. ഇപ്പൊ ഇന്ത്യയുടെ ബലത്തിലാണ് ആ ഒരു ദ്വീപ് നിലനിൽക്കുന്നത് തന്നെ. എന്നിട്ടാണ് ഇസ്രയേൽ എന്ന വൻകിട രാജ്യത്തിനോട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. ടൂറിസം ഒന്ന് മെച്ചപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും മൊയ്സു വലിയ വലിയ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങി. പിന്നീട് അത് മാലിദ്വീപിന് തന്നെ തിരിച്ചടിയാവുകയും ചെയ്യും. ഇപ്പൊ പലസ്തീനികളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതും അവർക്കായിട്ട് സഹായ വാഗ്ദാനങ്ങൾ മാലി നൽകിയതൊക്കെ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ചില അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഇസ്രയേലിനെ വിലക്കിയതുപോലെ മാലി വിലക്കാൻ നിന്നാൽ അത് ആ രാജ്യത്തിന്റെ ടൂറിസത്തെയും എക്കണോമിയെയും ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇസ്രയേൽ എന്ന രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ പോലും മാലിദ്വീപിനോട് അസംതൃപ്തി പ്രകടിപ്പിക്കും. അതും അവരുടെ എക്കണോമിയെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ളതാണ്. ഇസ്രയേലും ഇന്ത്യയും തമ്മിൽ നല്ലൊരു നയതന്ത്ര ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത്. അതിനാൽ തന്നെ ഇന്ത്യൻ ടൂറിസം മേഖലയിലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു ഇന്ത്യ. ഇന്ത്യയുടെ മനോഹാരിത ലോകത്തോട് വിളിച്ചു പറയാൻ ഇസ്രയേലിന് കഴിയുകയും അത് ഇന്ത്യക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. ചൈന ആരാധകനായിട്ടുള്ള മൊയ്സു ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് ചൈനയിൽ നിന്നുമുള്ള സഹായങ്ങൾ. അതുകൊണ്ട് തന്നെയാകും മറ്റു രാജ്യങ്ങളെ വെറുപ്പിക്കുന്നതും ഇത്തരത്തിലുള്ള മൊയ്സുവിന്റെ പ്രവൃത്തികളും. ഇടയ്ക്ക് ഇന്ത്യയുടെ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ ഇന്ത്യൻ സൈന്യത്തോട് തിരിച്ചു പോകാൻ ആവശ്യപ്പെട്ടതായിരുന്നു മാലി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പോകരുതെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കാല് പിടിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഇസ്രയേൽ എന്ന രാജ്യത്തോടാകും. എന്തായാലും സ്ഥിരതയില്ലാത്ത മാലിദ്വീപിന്റെ തീരുമാനങ്ങൾ ഇങ്ങനെ ഇപ്പോഴും ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. അത് ആ രാജ്യത്തിന്റെ എക്കണോമിയെയും കാര്യമായിട്ട് ബാധിക്കുകയും മാലിദ്വീപ് എന്ന ദ്വീപിനെ തകർച്ചയിൽ എത്താനുള്ള ഒരു കാരണമാവുകയും ചെയ്യും.